എൻ്റെ ജനനമാണ് എൻ്റെ കുറ്റമെന്ന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ കേട്ടിരുന്നു. കേരളത്തിലും വെമുലമാർ ഉണ്ടാകുന്നു എന്നത് ഖേദകരമാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജന്റെയും തൊഴിലുറപ്പ് തൊഴിലാളിയായ ലതയുടെയും ജീവിത സ്വപ്നങ്ങളാണ് ഇന്ന് എരിഞ്ഞടങ്ങിയത്. എൻ്റെ മകൻ എങ്ങനെ ഇങ്ങനെ ആയെന്ന് ആ മാതാപിതാക്കൾ ചോദിച്ചത് കേരള മനസാക്ഷിയോടാണ്. വയനാട് പൂക്കോട്ടൂർ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെയും ഇന്ന് കേരളം ഓർത്തു. സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞതുപോലെ നീതി അകലെയാകുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കും. കേരളത്തോട് നമ്മൾ ചോദിക്കുകയാണ്, നിതിൻ രാജിന്റെ ജീവന് ഉത്തരവാദികൾ ആര്? ആ കുടുംബത്തിന്റെ കണ്ണീരിന് ആര് മറുപടി പറയും? ആഷിഖ് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ്റെ മരണം ഏറെ ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ക്യാമ്പസുകൾ ഇനിയും ഇങ്ങനെ തുടർന്നാൽ മതിയോ? ഇനിയും എത്ര ജീവനുകൾ ഇതിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തണം? എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലായാലും ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പല സാറുമാരായാലും കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാണപ്പം ഒരു വിഷമമാവുന്നുണ്ട്, നല്ല ഒരു പെയിൻ വരുന്നുണ്ട്. കാരണം ഇപ്പോഴും നമ്മുടെ ഈ ടൈമിലും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത് മാറണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് കറക്റ്റ് നമ്മളെ ഹയർ സിസ്റ്റം അതോറിറ്റി എല്ലാം കറക്റ്റായിട്ട് ഡീൽ ചെയ്തല്ല ഓക്കെയോ? ഇല്ല, ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചിട്ട് തന്നെയാണ്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കോളേജിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും എല്ലാം ഓക്കെ ആയിരുന്നു. ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്, ഒരിക്കലും മാറുന്നില്ല. അത് മാറാൻ എന്തെങ്കിലും വഴി കാണുമായിരിക്കും. കുറവായിട്ടുള്ളവരെ പിടിച്ച് പുറയിലിരുത്തും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അതിപ്പോഴത്തെ കാലത്തുണ്ടോയെന്ന് അറിഞ്ഞൂടാ, എന്തായാലും കാണും. അത് മാറുന്ന ഒരു സംഭവമല്ല, അത് മനുഷ്യരുടെ ചിന്താഗതി മാറിയിട്ടേ കാര്യമുള്ളൂ. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇവരെങ്ങനെ ചിന്തിക്കണതിൻ്റെ എനിക്ക് യോജിപ്പില്ല. അതാണ്, മനുഷ്യരെ പഠിച്ചിട്ടല്ലേ ബാക്കി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു സംഭവമാണ്. നമ്മൾ വളരെ പിന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ വരുന്നത് വളരെ ഒരു സംഭവമാണ്. കാരണം ഇത്രയും അധ്യാപകർ ഇങ്ങനെ കുട്ടികളടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതും ഈ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും. ഇല്ല, അങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ക്യാമ്പസുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ ന്യൂസ് കണ്ടായിരുന്നു ഇന്നലെ. അത് നമുക്ക് എന്താണ് ഈ ഒരു നമ്മൾ ജെൻസി യുഗം എന്ന് പറയുന്ന ഇതിൽ പോലും എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെന്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? സ്റ്റുഡൻസ് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സും ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻസിനുള്ള ആറ്റിറ്റ്യൂഡും മാറേണ്ട ഒരു ആവശ്യം നിലവിൽ കാണുന്നുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ഒരു ടീച്ചർമാർ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ പോലെ ഇതുപോലെ നടത്തി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ആദ്യമേ ഇവർ തമ്മിൽ കമ്പനിയാക്കി, ജൂനിയേഴ്സും സീനിയേഴ്സും അങ്ങനെ വ്യത്യാസമില്ല, അതൊരു കമ്പനി ആക്കിയിട്ട് ഇവരെ കൊണ്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്തു പോയാൽ ഇതൊക്കെ ഏകദേശം ഒന്ന് കുറയുമായിരിക്കും. നമ്മളിപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജിലായാലും പോലും ഇപ്പം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നാൽ എല്ലാ ചേട്ടന്മാരടുത്ത് കമ്പനിയാവുന്നു, ഇങ്ങോട്ടൊന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതേപോലെ എല്ലാവരും മാക്സിമം ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം തീരാന്നുള്ള പ്രശ്നങ്ങളേ ഇവിടെ ഉള്ളൂ. ടീച്ചർമാരായി പോലും കുട്ടികളോട് ഓപ്പണായിട്ട് സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ നമ്മളിപ്പം കോളേജ് കഴിഞ്ഞിറങ്ങിയാൽ പോലും നമുക്ക് ടീച്ചറിനോട് കാണാനും സംസാരിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ്റെ മരണം ഞെട്ടിക്കുന്നതെന്നാണ് ആളുകളുടെ അഭിപ്രായം. നമ്മുടെ ക്യാമ്പസുകൾ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദമാക്കണമെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അതുതന്നെയാണ് ആഷിഖ് അവസാനം പറഞ്ഞ കുട്ടി പറഞ്ഞതുപോലെ, അത്തരത്തിൽ ടീച്ചർമാർ കുറച്ചും കൂടി ഓപ്പൺ ആവുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ വിദ്യാർത്ഥി സൗഹൃദമാകുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. കൂടുതൽ നിതിൻ അല്ലെങ്കിൽ വെമുലമാർ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ അത്തരത്തിലുള്ള ശ്രദ്ധ അനിവാര്യമാണ്.